ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4th പാർട്ടാണ്. നമുക്ക് നേരെ വിടില്ല. ഇതെന്താണെന്ന് കണ്ടോ? അയൺ. ഒരയൺ നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ ഒരയൺ ഇത്ര വെഡിങ് എടുത്ത്. നമുക്ക് വുഡില്ലേ? വുഡുണ്ടോ അവിടെ? നിർഭാഗ്യവശാൽ വുഡില്ല. പോയി വിട്ടിട്ടില്ല. ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തേക്ക് ഞാൻ ഇവിടെ മൈനിങ്ങിനാവെന്ന് അറിഞ്ഞില്ലേ? മൈനിങ്ങിൻ്റെ ഇടയ്ക്ക് കിട്ടിയൊരു അടിപൊളി കിടുക്കാച്ച സാധനമാണ് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഫസ്റ്റ് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. എന്തിനറിയണം? നമുക്ക് നേരെ പോയി ഒരു ഷീൽഡ് ഉണ്ടാക്കാം. റെക്കോർഡിംഗ് തന്നെയല്ലോ ഇല്ലേ? യെസ്, നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. നമ്മൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25 ലൈക്കാണ് ടാർഗറ്റ്. നിങ്ങളത് അടിച്ച് പൊട്ടിച്ചേക്കണം ഗൈസ്, ലൈക്ക് ബട്ടൺ. അയ്യോ, നമുക്ക് കുറച്ച് വുഡ് വേണം. ഒരു 2 വുഡ് മതി. 2 മതിയാടാ. മിനിമം ഒരു 3 വുഡ് മതി. ധാരാളം വുഡായില്ലേ? പിന്നെ ഒരു വുഡായി. ബാക്കി 2 വുഡ് എവിടെ? പിന്നെ ഇപ്പം ചവണ്ടയാണ്. നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞ് പലപ്പോഴും മറന്നുപോയി. ഇവിടെ സ്റ്റെപ്പുള്ള കാര്യം. അവിടെ 2 സ്വാമ്പിയൊക്കെ ഉണ്ട്. അത് സൗമാരോടെ നിൽക്കുന്നുണ്ട്. പേടിക്കണ്ട, നമുക്ക് വീട്ടിൻ്റെ പടി കഴിഞ്ഞാൽ എല്ലാം കിട്ടിക്കോളും. ഈ സ്കെൽട്ടണെ കാണുന്ന അടിയെ തുറയിട്ടവൻ്റെ അടിയിൽ എടുത്തി ഞാൻ ലാപ്പോയിട്ട് 2 ബോണൊക്കെ കിട്ടി. ഹൈ, കൊള്ളാലേ? ഏർപ്പാട് കൊള്ളാലേ? കുറച്ച് വുഡ് ഉണ്ടാക്കാം. നമുക്ക് എല്ലാം അതിലോട്ട് മാറ്റി അയക്കാം. പിന്നെ ഒന്നിൻ്റെ ആവശ്യം വരണില്ല. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ്, 2 വിക്കറ്റ്സ്. ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊന്ന് കാര്യം മനസ്സിലാം. രാത്രിയാവണം. പിന്നെ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു സാധനത്തിന് പിടിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മളുടെ കയറിയിട്ടുണ്ടെന്നാണ്. പോയി കാണിച്ചു തരാം. താഴെ ഇറങ്ങടാ. ഇവനൊരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യേ. ഈ ലാമയ്ക്ക് പറ്റിയൊരു പേര് സജസ്റ്റ് ചെയ്യേ. നല്ലൊരു പേര് നമ്മൾ ഈ ലാമയ്ക്ക് ഇടുന്നതാണ്. ഓക്കേ ഗായ്സ്, ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങുകയാണ് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങി എണീച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കണ്ടുപിടിച്ചു. ഞാൻ വീഡിയോ അതിൻ്റെ ഒപ്പം ഇതിന് ശേഷം ഞാൻ ഇവിടെ കുറേ നേരം ഇവിടുന്ന് ഗ്രൈൻഡ് ചെയ്തു. താഴോട്ട് പിന്നെ താഴോട്ടെത്തിയപ്പോൾ ഒരു സോംബിൻ്റെ സൗണ്ട് കേട്ടു. വേണ്ട നേരത്തെ പറയട്ടെ. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇല്ല, കൂടിപ്പോയി. എങ്ങനെ മൈൻ ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അറിയാതെ മൈൻ ചെയ്ത് തിരിഞ്ഞെത്തിയപ്പം കിട്ടിയ മുതലിനെ കണ്ട മൈൻ ഷാഫ്റ്റ്. അങ്ങോട്ടുള്ള എല്ലാം ഇനി അങ്ങോട്ടൊന്നുമില്ല. ഇവിടെ കുറേ അയണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാന്തിയെടുത്താണ് ഇപ്പോൾ അവിടെ 36 അയൺ ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടാണ് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളത്. നമുക്ക് എന്തിനാലും അത് എക്സ്പ്ലോർ ഇതെന്തൊരു സാധനം ഫുഡ് നമുക്ക് കിട്ടണതെല്ലാം ഇങ്ങടുത്തേക്ക്. പിന്നെ കുറച്ച് ഫുഡ്
കഴിക്കാൻ പറ്റിയ ഫുഡ് ഇങ്ങനത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വേണം പോകാൻ. വല്ലവരും വന്ന് കാണിച്ചു തരും. ഇത്രേ ഉള്ളൂ. സ്പ്രിങ് വെച്ച് നമുക്കൊരു ഇതുണ്ടായി. പോസ്റ്റടിച്ച് ഇനി അത് സ്ഫോണാകത്തില്ല. നമുക്ക് നേരെ പോവാം. കുറച്ച് നേരം വയ്ക്കും, മ്യൂട്ടാക്കിയില്ലേ, ഒന്നും ഉണ്ടാതിരുന്നു തന്നെ. പേപ്പറൊന്നും തലയിട്ട് എടുത്തന്നില്ലേ. ജസ്റ്റ് മിസ്സിലാണ് ജാവ ദേഷ്യപ്പെട്ടു. ഇതെല്ലാം ഒന്ന് വെട്ടി മാറ്റാം. അന്നെൻ്റെ സ്പോണർ ചെണ്ട സ്പൈഡി. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഈ മൈൻക്രാഫ്റ്റ് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണേ. നമുക്ക് കുറേ സ്ട്രിങ് ഉണ്ടല്ലോ ഇവിടെ. ചെയ്യുന്ന മൈൻക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇതല്ല. ഇതാ മൈൻക്രാഫ്റ്റ് അല്ല ഗൈസ്. ഇതല്ല എൻ്റെ മൈൻക്രാഫ്റ്റിലെ മൈൻക്രാഫ്റ്റ് ഇതല്ല. എന്തായി മൈൻക്രാഫ്റ്റിനൊക്കെ പറ്റിയേ? സാധാരണ കുറേ ഉണ്ട് കേസ്. എന്നിട്ട് ഇപ്പം പെട്ടെന്ന് തീ നോക്കി ഇവിടെ വല്ലതും ഉണ്ടോ? മെയിൻ ചെയ്ത് നോക്കണം. ഇല്ലല്ലോ, ഇല്ല കേസ്. ഒരു കുന്തോ ഇല്ല ഇവിടെ. നമ്മൾ ഇനി മെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നേരെ ഇതൊരു ഇല്ല. മെയിൻ ചെയ്തിട്ട് കാര്യമുണ്ട്. അയ്യോ, വേറെ സോഡ ഉണ്ടാ. മിക്കവാറും ഒരിക്കലും മുകളിലോട്ട് കയറിയിട്ട് വരേണ്ടി വരും. സേഫല്ല. ഓടിക്കോ, ഇവിടെ സേഫ് അല്ല. മുകളിലോട്ട് പോയിട്ട് ഇതാ വരാം. ഓടിക്കോ. നമ്മൾ മുകളിലോട്ട് കുറച്ച് ഷോർട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് എക്സ്പ്ലോർ ചെയ്ത് ഇതൊരു മൈൻക്രാഫ്റ്റ് എക്സ്പ്ലോറിങ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ. പിന്നെ ഈ ലൈക്ക് ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. 25 ലൈക്കാണ്. സിമ്പിളാണ്. 25 ലൈക്കേ ഉള്ളൂ. 25 ഉള്ളി. ഇത്ര കുറച്ച് ലൈക്ക് ടാർഗറ്റ് എന്ന് യൂട്യൂബറിനെ പറ. എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്കറിയാമെങ്കിൽ പറ നിങ്ങൾ. പിന്നെ അല്ലാതെ തുടക്കം ആയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല വീഡിയോ കണ്ട്. അതെന്താണ്? നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ എനിക്ക് വിഷമാവില്ലേ? പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പ്ലീസ്, ഒരാളെങ്കിലും ഈ വീഡിയോ ഒന്ന് ഒരാളെങ്കിലും മിനിമം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. വുഡുണ്ട്. സ്റ്റോൺ ബാക്കിലെടുത്ത് നമുക്ക് ഒരു സോഡ്, 2 സോഡ്, 3 സോഡ്.
2 എഴുതിയിരിക്കും. ഇതെല്ലാം ആവശ്യം വരും ഗൈസ്. നമുക്ക് ഏതാ ഇതാണ് മൈൻക്രാഫ്റ്റ് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങുന്ന മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സ് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. ഫുഡും വേണം. നമ്മൾ അടുത്തുള്ള പാവയാണ്. ഈ മൈൻക്രാഫ്റ്റ് വെറും അൺഎക്സ്പെക്റ്റഡ് ആയി. ഞാൻ വിചാരിച്ചതുപോലുമില്ല ഇവിടെ ഒരു മൈൻക്രാഫ്റ്റ് ആണ്. വെരി വെരി അൺഎക്സ്പെക്റ്റഡ്. നല്ല കാര്യം നമുക്ക് കണ്ടന്റ് കിട്ടിയില്ലേ മൈൻക്രാഫ്റ്റ് എക്സ്പ്ലോർ. ഞാൻ കണ്ടാൽ എന്തിനിടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദയവായിട്ട് മൈൻക്രാഫ്റ്റ് കൊണ്ട് കൈ തന്ന. അയ്യോ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ട് നമ്മളങ്ങനെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എവിടെ നോക്കിയാൽ 2 സോംബിയുടെ ഒച്ചയൊക്കെ കേൾക്കണുണ്ട്. അങ്ങോട്ട് കയറണോ? എന്ത് വയനാട്? അയ്യോ ദാ പോയി എന്ന് ഞാൻ വിചാരിച്ച്. അയ്യോ പോയി. ഇവിടെയല്ലേ നമ്മൾ നേരത്തെ വന്നത്. എനിക്ക് വഴി തെറ്റി. ഞാനൊന്ന് ഏറി കൊടുക്കല്ലേ ഉള്ള ഇത് എത്രയും പോകും. ഡയമണ്ട് ഇന്ത്യയിൽ അയൺ പിക്കാക്സ് ഇല്ലാതെ പോയി. നമുക്കിവിടെ എന്തരായാലും നമ്മളിങ്ങോട്ട് വീണ്ടും വരുന്നതാണ്. കിട്ടി ഓപ്പൺ ചെസ്റ്റ്. എതിർപ്പാണെങ്കിൽ അടുത്ത ഒറ്റയ്ക്ക് ആവശ്യം വരും. ഡയമണ്ട് കിട്ടി. വെച്ചാലേ നമുക്ക് കോളടിച്ച് ഡയമണ്ടൊക്കെ ആയി. ഈ വീഡിയോ അത്ര ലോങ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു സെക്കൻഡ് പാർട്ടായി കിട്ടാലേ. വേണ്ട ഫുള്ള് കാണിക്കുക. എന്തിനാ ഇത് ഭയങ്കര വലിയ മനുഷ്യട്ടുണ്ട് കേട്ടോ. കാടിച്ച മനുഷ്യത്തിലേക്ക് നമുക്ക് ഈ റെയിൽ എത്ര ഡയമണ്ട് കിട്ടിയല്ലോ. ഡയമണ്ട് ഹൈ അണ്ണാച്ചി ഇങ്ക വന്നാച്ച് നമുക്ക് ഡയമണ്ട് ഇറുക്കാച്ച്. നമുക്ക് ഇനി എല്ലായിടത്തൊന്നും ടോർച്ച് ചുമ്മാ അച്ഛനൊന്നും പോകാൻ പറ്റില്ല. ടോർച്ച് കയ്യിൽ ഇല്ല, തീർന്നു പോയിരിക്കുന്നു. കുറച്ച് താഴോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെ മോപ്പൊന്നുമില്ല, അതാണ് എന്നെ അതിശയപ്പെടുത്തണം. ഇത്ര കറങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒരു ക്രീപ്പറിനെ പോലും കണ്ടിട്ടില്ല. നൂറായിട്ട് കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിവിടെ നിന്ന് വെളിയിലോട്ട് പോവാണ്ട വഴി നോക്കാം. മൂഞ്ചസ്യം പെട്ട് ഗൈസ്, പെട്ടെന്ന് പറയാൻ പെട്ട്. അല്ല ഒന്നൊന്നര പെട്ടാശാനെ പെട്ട് കോർഡിനേഷൻ തപ്പി പോണം.
ഏതൊക്കെ വഴി കൂടെ കയറി വന്ന്